ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പ്ലാവില കൊണ്ടൊരു ബജ്ജി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പ്ലാവില ബജ്ജി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം പ്ലാവില ബജ്ജി ഉണ്ടാക്കുന്നതിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കടലമാവ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി മാവ് കുഴയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്, എന്നാലേ പ്ലാവിലയിലൊക്കെ നന്നായിട്ട് മാവ് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പ്ലാവിലയും മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാവില നന്നായിട്ട് മാവിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാവിൽ മുക്കി വെച്ച പ്ലാവില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാവില ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷ് കൂടിയാണിത്. അപ്പോൾ പ്ലാവില ബജ്ജി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.